ഇത്രയും കാലമായി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ ശങ്കറിന്റെ ആരോഗ്യാവസ്ഥയ്ക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്. ആ തുടക്കം തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പം ഉണ്ട്. കാലക്രമേണ കൊണ്ട് സമയം ഇവിടത്തെ മാറുള്ളൂ, ഒറ്റയടിക്ക് മാറില്ല. എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ബാലൻസ് ഒക്കെ ബാലൻസ് ആദ്യം ഞാൻ വന്ന് നോക്കുമ്പോത്തില്ലേ കല്യാണത്തിന് മുമ്പ്, ആ സമയം, ആ കല്യാണം കഴിക്കുന്ന ആ സമയത്തുള്ളതും ഇപ്പോഴും വെച്ച് നോക്കുമ്പോ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വരുമാന മാർഗം എന്താ? ഒന്നുമില്ല സാറേ, വരുമാന മാർഗം ഇപ്പം. വീടുണ്ടാക്കാനും പറ്റിയിട്ടില്ല. ടൈം മിഷനിൽ വല്ല വീഴ്ചയെന്നോ? അതിലൊക്കെ കയറി ഇറങ്ങി ഇനിയും ചെരുപ്പ് തേഞ്ഞത് മിച്ചം. 3 വർഷമായി കയറി. അതില് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ദൈനംദിന ചെലവുകൾ, ഇപ്പൊ ഭക്ഷണം കഴിക്കണം, അതിനൊക്കെ കുഞ്ഞിന് ചികിത്സയ്ക്ക് പൈസ വേണം. അതിനൊക്കെ ഞാൻ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം വിറ്റു. ബിസിനസിന്റെ കുറച്ച് സാധനങ്ങൾ, പ്ലംബിങ്ങിന്റെ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നല്ലോ, അതിന്റെ കുറച്ച് സാധനങ്ങൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ കൂടെ നന്നായിട്ട് പറ്റിച്ചിട്ട് പോയോ? പറ്റിച്ചിട്ട് പോയി. പിന്നെ അവരൊക്കെ സ്ഥലത്തുണ്ടോ? പറ്റിച്ചവരെല്ലാരും ഉണ്ട്. അവരൊന്നും സഹായിച്ചിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ എന്റെ ഏറ്റവും അടുത്ത നല്ലവരായിട്ടുള്ള ഫ്രണ്ട്സ്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒക്കെ 1-2 പേരൊക്കെ എന്നെ കഴിവതുപോലെ ചെറിയ ചെറിയ സഹായങ്ങള്, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എന്നെ ചെറിയ എമൗണ്ടുകളൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. 2-3. ഇതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഏഷ്യൻ ന്യൂസിൽ താങ്കളെ കുറിച്ചൊരു വാർത്ത വന്നു. ശരി സാറേ, ഞാൻ അത് കൊടുത്തെന്ന്. വാർത്ത താങ്കൾ പോയി കൊടുത്താണോ? ഞാൻ അവിടെ പോയതാ, ഓഫീസിൽ പോയത്. എന്താ കാര്യം അങ്ങോട്ട് പോയി വാർത്ത കൊടുക്കാൻ? അതായത് എനിക്ക് എന്റെ എല്ലാ നിയന്ത്രണങ്ങൾ എന്റെ കയ്യിൽ നിന്നെല്ലാം പോയി. അതെ, കുഞ്ഞിന് പാല് വാങ്ങിക്കാൻ പോലും എന്റെ കൈ പൈസ ഇല്ലതായി. വളരെയേറെ ബുദ്ധിമുട്ട്. ചേട്ടന്റെ മരുന്നിന് ഒക്കെ മരുന്ന് മുടങ്ങി. ചേട്ടനെ സുഖമില്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ 112 വിളിച്ച് അവർ ആംബുലൻസ് വിട്ടു തന്ന് ഈ കുട്ടിയെ കൊണ്ട് ഞാൻ ആംബുലൻസിൽ കയറി. ചേട്ടന് ബോധമില്ലാതെ പോയി. ഞാൻ നോക്കിയപ്പോൾ കസേരയിരിക്കുമായിരുന്നു, കണ്ണ് തുറന്നിരിപ്പുണ്ട്, ബോധമില്ല. അങ്ങനെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി എന്തെടുക്കണോ, എവിടെ തുടങ്ങണം, ഈ കൊച്ചു കിടന്ന് ഓട്ടവും ഭയങ്കര ബഹളവും. അതിന്റെ കൂടെ പോലീസുകാർ ചോദിച്ചു ബെഡ്ഷീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു ബെഡ്ഷീറ്റ് എടുത്ത് കൊടുത്തു. ആ ബെഡ്ഷീറ്റിൽ ചേട്ടനെ 3-4 പോലീസ് ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ കയറ്റി ഒരു ആംബുലൻസിൽ കയറ്റി. പെട്ടെന്ന് ചെന്നപ്പോൾ ആംബുലൻസിൽ വെച്ചിട്ട് അതിനകത്തുള്ള ഡോക്ടർമാർ എന്നോട് സമാധാനപ്പെടുത്തുന്നുണ്ട്. നോക്കിയപ്പോൾ ചേട്ടന്റെ അപ്പോഴും ചേട്ടന്റെ കണ്ണ് തുറന്നിരിക്കുക, ബോധമില്ല, ഈ പൊടിക്കൊച്ചു കൊണ്ട്. അത് ഞാൻ അങ്ങനെ അത്യാഹിത വിഭാഗത്തിൽ ചെന്ന് ചോദിച്ചു. പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് നോക്കി, മരുന്നൊക്കെ കൊടുത്ത് ECG ഒക്കെ എടുത്ത് എന്താ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ സ്ട്രോക്ക് ആയിരിക്കാം, ചിലപ്പോൾ എന്ത് സംഭവിക്കാം എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. ഞാൻ ആ ഷോക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കൊണ്ട് ഒരു നിമിഷം ആ ഷോക്കിലേക്ക് നിന്നു. അടുത്ത നിമിഷം പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. നോക്കിയപ്പോൾ ഉണ്ട് അത്രയും ദൂരത്ത് ആളുകളെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ഇട്ടിരിക്കുന്നതായിരുന്നല്ലോ അത്യാഹിത വിഭാഗം. ദൂരെ ഒരിടത്ത് ചെന്ന് നോക്കിയപ്പോൾ അവൻ അവിടെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ട്രിപ്പിന്റെ വയറ് എടുത്ത് വലിച്ചൂരാൻ നോക്കുന്നു. അപ്പൊ ഇവന് എന്തെങ്കിലും കയ്യിലൊരു കമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്കി കളിക്കുന്ന സ്വഭാവമുണ്ട്. ഓടിപ്പോയി അത് കുറച്ച് ഞാൻ ഉടനെ ഇത് വിട്ടിട്ട് ഞാൻ അത് ഓടി കുഞ്ഞിന്റെ പുറകിൽ. അവിടെ എല്ലാവർക്കും മനസ്സിലായി എന്റെ പ്രയാസം എന്താന്നുള്ളത്. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ ചേട്ടൻ നോർമലായി. പിന്നെ അവിടുന്ന് പോന്നിങ്. അപ്പൊ എന്താണ് സാറ് പറഞ്ഞത്? അല്ല ഞാൻ ഈ ഏഷ്യാൻ ന്യൂസിൽ പോയി വാർത്ത കൊടുത്ത കാര്യമാണ്. അതെ, വാർത്ത കൊടുത്തു. അവര് എന്തായാലും വന്നു നോക്കാന്ന് പറഞ്ഞ് പേപ്പേഴ്സുകളെല്ലാം ഞാൻ കാണിച്ചു. കാരണം എനിക്ക് അത്രയും നിസ്സഹായ അവസ്ഥയായി പോയി സാറേ. എനിക്ക് മുന്നോട്ട് അതേപോലെ എനിക്ക് എന്റെ മോന്റെ മരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്കെപ്പോഴും ഇവരെ മുന്നോട്ട് എങ്ങനെയും കൊണ്ടുപോകണം. ലോട്ടറി കച്ചവടം ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ലോട്ടറി കച്ചവടം ചെയ്യണേലും കുറച്ച് പൈസ വേണമല്ലോ. തന്നല്ലേ ഒരു പൈസയും കയ്യിലെടുക്കാനില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ ഈ ഏഷ്യ ന്യൂസിൽ വാർത്ത വന്നു, ആ വാർത്ത ഞാൻ കണ്ടു. ആ വാർത്ത വന്നതിന് ശേഷം എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായോ? അതായത് ആരെങ്കിലും സഹായിക്കോ? എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ ചെറിയ പൈസ തൊട്ട് 5 രൂപ തൊട്ട് 10 രൂപ തൊട്ട് 30 രൂപ തൊട്ട് എന്നെ പല നാട്ടിൽ നിന്ന് 1000 രൂപ. ശ്രീമച്ചി എനിക്ക് 20,000 രൂപ ഇട്ട് തന്നു. സീമാജി നായർ ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു നീ വിഷമിക്കാതെ ഞാൻ വരാം, വീട്ടിലേക്ക് വരാം ഞാൻ എന്ന് പറഞ്ഞു.